പോലീസ് ഡേയിലെ താരങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഇസ് യുവർ ഡേ? വിവാദപരമായ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതിന് വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാർ ആരും അഭിനയിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഡ്രഗ്സ് റിലേറ്റഡ്. അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ ടീമിൽ ഒരാളാണ്, അത് പരാതി തന്നിരിക്കുന്നതും ടീമിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ് എൻ അതോറിറ്റി വരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ? വലിയ പ്രഷറാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള ആളല്ല പരാതി നൽകിയിരിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്, ഞങ്ങളുടെ സുഹൃത്താണ്. ഷൈൻ ടോമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് അമ്മയുടെ ഓഫീസിൽ വന്നിട്ടില്ല. വർക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ മഞ്ജു എന്താ കഴിച്ചേക്കണത് എനിക്കറിയാൻ പറ്റൂ. ഇല്ല. അപ്പൊ ഈ തൊഴിലിടത്തിൽ വരുമ്പോ എന്താണ് കഴിച്ചേക്കണെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റും. എൻ്റെ അടുത്ത് ഈ കാസ്റ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ധർമ്മജനെ പറ്റി പറഞ്ഞു. പുള്ളി മദ്യപിച്ചിട്ട് ആണ് വിഷയം ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കറിയാം, എനിക്കെന്നു ഏറ്റവും ആദ്യം സെറ്റിലെത്തുന്ന പുള്ളിയാണ്. പുള്ളി നമ്മളൊരു ഇത് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. നമ്മളെന്താണ് കുറ്റം പറയണത്? സെറ്റിൽ മൂടെ മാറ്റുന്നത്, വളരെ ഒരു എൻജോയ്മെന്റ് ആക്കുന്ന ഒരാൾ, നമ്മളെന്ത് കുറ്റം പറയും? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ചുറ്റും മയക്കുമരുന്ന് തന്നെയായിരുന്നു. ഞാൻ അന്ന് അതിലൊക്കെ പോയിരുന്നു, ഞാൻ ചത്തുവാനിപ്പോൾ. കള്ള് കുടിക്കാത്ത ആൾക്കാർ വന്നിട്ട് കള്ള് കുടിയന്മാരത്തെ പറയുമ്പോൾ എടാ ഇത് കുടിച്ചു നോക്കാം എന്നാലും അതിൻ്റെ സുഖം അറിയാൻ പറ്റുമെന്ന് പറയില്ലേ. ഞാൻ അതിൻ്റെ സുഖങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ദോഷമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത്. പോലീസ് ഡേ എന്ന മലയാളത്തിൽ ഏറ്റവും അടുത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് ഇന്നത്തെ നമ്മുടെ താരം. ആ സിനിമയിലെ താരങ്ങളും അതിൻ്റെ ഡയറക്ടേഴ്സുമാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ എൻ്റെ ഒപ്പം. അപ്പോൾ അൻസിബ, ടിനിച്ചേട്ട, സന്തോഷ് സർ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. താങ്ക് യു ഒക്കെ പറ. ലൈറ്റ് ക്യാമറ ടോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിക്കാം. ഓർഡർ തന്നല്ലോ. എല്ലാവരോടും കൂടി ചോദിക്കട്ടെ, പോലീസ് ഡേയിലെ താരങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഇസ് യുവർ ഡേ? ബ്യൂട്ടിഫുൾ അല്ലേ? പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങി, ഇപ്പോഴത്തെ സിനിമയൊക്കെ കഴിഞ്ഞല്ലോ, സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഫീൽ എന്താണ്? ഇപ്പോൾ പടം നന്നായിട്ട് നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ അത് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം, ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം അത് ഇതിന്റെ സംവിധായകനാണ്. തീർച്ചയായിട്ടും സന്തോഷനാണ്. അതെ, അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉണ്ട്. ഇത് ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂ മൂവിയാണല്ലോ. ഈ ആദ്യം എന്നുള്ളത് ഇസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ നമ്മൾ എന്ത് സാധനവും ആദ്യം ചെയ്യുമ്പോൾ അതിൽ കുറെ ശ്രദ്ധിക്കും, കാരണം അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ആദ്യം ചെയ്ത പ്രോഡക്റ്റ് അല്ലെ, പ്രത്യേകിച്ച് ഒരു ഡയറക്ടർക്ക്. പോലീസ് ഡേ ആവട്ടെ എന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു മൊമെന്റ് ഉണ്ടാവണല്ലോ, അതിനൊരു റീസൺ കാണണല്ലോ. അല്ല, അങ്ങനെ ഒരു റീസൺ, പ്രത്യേകിച്ച് ഒരു റീസൺ അല്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഡയറക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് മൂവി എന്ന നിലയ്ക്ക് ഒരു സൂചി തറയിൽ വീഴുന്നത് വരെ എങ്ങനെയാണ് എന്നുള്ളൊരു പ്രീ പ്ലാനിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുറച്ചും കൂടെ ശ്രദ്ധയുണ്ടാവും, വളരെ ശ്രദ്ധിക്കും. നമ്മളൊരു 2-3 പടം കഴിയുമ്പോഴത്തേക്ക് പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് ഓരോ മൂവ്മെന്റും ഓരോ ഇതും നമ്മളെ മോണിറ്ററിൽ ചെന്ന് നോക്കിയിട്ട് ഓരോ കോർണറിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും. അങ്ങനെ അനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നത്. പക്ഷേ 2-3 പടങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് അറിയാമല്ലോ. ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമുക്ക് അറിയാമല്ലോ. അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ ആ ഒരു മൊത്തം ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പം ബീയിങ് എ ക്യാപ്റ്റൻ ഇസ് നോട്ട് ഈസി. ഇത്രയും ആളുകൾ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു? അല്ല, ഹാൻഡിൽ ചെയ്യുന്ന മെയിൻ കേസ് എന്ന് പറയുന്നത്, ഞാനൊരു GST ഓഫീസർ ആയതുകൊണ്ട് ഇവർക്ക് എല്ലാവരും എൻ്റെ അടുത്തൊരു ഡയറക്ടർ എന്നതിൽ ഉപരിയായിട്ടുള്ളൊരു ഭയം കലർന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ടെക്നീഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു എൻ്റെ അടുത്തുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചാടിക്കണിക്കുന്നു. ഇല്ല, തമിഴ് സിനിമയിലെ ഡയറക്ടർ പോകുമ്പോൾ മലയാളത്തിൽ നിന്നും അത്രയും ആ ഒരു ഇതില്ലെങ്കിലും അങ്ങനെ എൻ്റെ അടുത്തൊരു ഗവൺമെൻറ് ജോബിൽ നിന്ന് വന്നുള്ളൊരു ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കാസ്റ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഇത് ടിനിച്ചേട്ടൻ അതിൻ്റെ കഥകൾ പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നം അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ സെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ അടുത്ത് പേടിയുള്ളതുകൊണ്ട് ഇപ്പോഴുള്ള വിവാദപരമായ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതിന് വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാർ ആരും അഭിനയിച്ചിട്ടില്ല. ഞങ്ങളാരും വിവാദം ഉണ്ടാക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ആ ടൈപ്പല്ലേ സർ. പ്രശ്നം തീർക്കാൻ നടക്കുന്ന സോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാലേ ഉള്ളൂ എയറില്, അല്ലേ ഡിൻചേട്ടാ?
അത് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പണി മേടിക്കുന്നല്ലാണ്ട് വേറെ നിങ്ങൾക്ക് പണിയൊന്നും തരില്ല എന്ന്. ചില സമയത്ത് ടിനിച്ചേട്ടൻ സ്വയം ചെയ്യാറുണ്ടല്ലേ, എയറിലാവാന്നും അല്ല പറഞ്ഞു. അതങ്ങനെ അബദ്ധത്തിന് പറ്റുന്ന കണ്ട് പോവാ, അതിന് കേറാന്നും പറഞ്ഞിട്ട് പോകുന്നതല്ല, അറിയാണ്ട് സംഭവിക്കുന്നതാണ്. കണ്ടിന്യൂ. ഞങ്ങളുടെ മൂഡ് കളഞ്ഞു എന്ന്. അങ്ങോട്ട് പോയിന്ന്. എനിക്കൊന്നും ഫ്ലോ പോവില്ല. പറയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. അല്ലെ സാർ, ഈ ഗവൺമെന്റ് ജോലി, GST ഓഫീസർ ടു ഡിറക്ഷൻ, രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സാധനങ്ങളാണല്ലോ. അതിനുള്ള കാരണം എന്താ? സിനിമയുടെ ഒരു ക്രേസ് വേണമല്ലോ ചെയ്യണമെങ്കിൽ. തലങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ GST സ്റ്റാഫുകൾ ആൾക്കാർ ഒന്ന് ഒരു ഭയത്തോടു കൂടിയാണ് കാണുന്നത്. ഡീലേഴ്സിനോടൊക്കെ ഒരു ടെമ്പറായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള കലകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ എല്ലാവരുടെ മനസ്സിലും GST എന്നല്ല, പോലീസിലും ഏത് കലാകാരനുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഏതൊരു മനുഷ്യൻ്റെ ഇതിലും ഒരു കലാകാരനുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യങ്ങളാണ് വിഷയം തോന്നുന്നത്. ഞാൻ ആ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിൽ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, പ്രയത്നിച്ചു. അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇത്. ഓക്കെ. അപ്പൊ ടിനിച്ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇപ്പൊ സാറ് കഥ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ GST ഓഫീസറാണ്, അദ്ദേഹത്തിന് സംവിധാനം ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ പോലീസ് ഡേയ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്ന് തീരുമാനിക്കാനായിട്ടൊരു കാരണം വേണമല്ലോ. നവാഗത സംവിധായകനാണ്, ആള് വന്ന് കഥ പറഞ്ഞു. വാട്ട് എക്സൈറ്റഡ് യു? ആദ്യം GST ഓഫീസറാന്ന് പറഞ്ഞപ്പോ എന്തിനാ വെറുതെ പണി മേടിക്കുന്നത്? സിനിമയാണെന്നല്ല പറഞ്ഞത്, GST ഓഫീസറാണെന്ന് പറഞ്ഞു. ഒരു എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല. പിന്നെ കുറച്ച് അടുത്തത് പറഞ്ഞ് ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ത്രൂ ഫോണാണ്. അപ്പൊ മിക്കവാറും ഇതിനായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എൻക്വയറി ഒന്നും വന്നിട്ടില്ലാത്ത ആളാണ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് കിടന്നു. സിനിമ പറയാൻ വന്നാലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് വരുന്നത്, GST ഓഫീസറാണ്. ഇനി ഇത് ആൾമാറാട്ടമാണെന്നറിയില്ല. കാരണം ഷാഡോ പോലീസ് പോലെ അങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് കഥ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് എത്ര രൂപ മേടിക്കണം എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അടിച്ചു തരാനാണില്ല. ഞാൻ ഫുള്ള് സംശയ ദൃഷ്ടിയോടെയാണ് നോക്കിയത്. കഥ പറയാൻ വന്ന ആളുടെ പേര് ചോദിച്ചപ്പോ മനോജ് IG രണ്ടുപേരും എന്തായാലും പോലീസ് ഓഫീസേഴ്സ് ലുക്കും ഉണ്ട്. കറക്റ്റ് ഇതുപോലെ തന്നെയൊക്കെ ഇതുണ്ടല്ലോ, പെർഫെക്റ്റ് പോലീസുകാരുടെ ലുക്ക് ഉണ്ട്. ഞാൻ കഥ മൊത്തം കേട്ട് പിന്നെ എനിക്ക് തോന്നി ഇത്രയും അവർ പ്രിപ്പയർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല ഒരാളെ പിടിക്കണമെങ്കിൽ. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രില്ലറാണ്. നന്ദുവേട്ടൻ തുടങ്ങുന്നു, എന്നിലേക്ക് എത്തുന്നു, എല്ലാം നല്ല ആക്ടേഴ്സാണ്. അപ്പോൾ ഇതിലൊരു ഹീറോയിൻ എന്നും വെച്ചിട്ടൊരു സംഭവമല്ല, ഒരു കഥയാണ്. അപ്പം അതിൻ്റെ ഭാഗമാകും. പിന്നെ ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ എവിടെയാണെങ്കിലും എന്നെ വന്ന് പൊക്കുന്നുള്ളൂ അറിയാം. തെലുങ്കിലാണ് എല്ലാം കൃത്യമായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. തെലുങ്കിൽ തിരക്കുണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അൻസിബ ദുബായിലായിരുന്നു, അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു അല്ലേ. പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പുള്ളി പൊക്കിക്കൊണ്ടുവന്നു. ഒരു ഫോൺ കോളിന്റെ അപ്പുറത്തുനിന്ന് എല്ലാവരും ഡീൽ ചെയ്തു. ഫുൾ ട്രാക്കിംഗ്. ധർമ്മജൻ എത്തുന്നു, ഹരീഷ് കണാരൻ എത്തുന്നു. വളരെ തിരക്കുള്ള സമയത്താണ് അവർ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് വന്നിട്ട് പഠിക്കും. കാരണം ഇത് തന്നെയാണ്, ഈ സീലടിച്ച് തരുമോ എന്നുള്ളൊരു ഭയമാണ്. ആ ഭയം മാത്രമല്ല കേട്ടോ, പക്ഷെ പുള്ളി തുടങ്ങി കഴിഞ്ഞാൽ പുള്ളിക്ക് പണി അറിയാമെന്നുള്ളത് മനസ്സിലായി. സാധാരണ മറ്റുള്ള മേഖലയിൽ നിന്ന് വരുമ്പോൾ ഒരു അമ്പരപ്പുണ്ടാവും, പക്ഷെ വളരെ കൂളായിട്ട് ഡയറക്റ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ത്രൂ ഔട്ട് സംഭവത്തിലല്ല ഞാനൊരു സമയത്താണ് വരുന്നത്. ഇതിൻ്റെ ഒരു എൻക്വയറിയുമായിട്ടുള്ളൊരു ഓഫീസർ, IPS ഓഫീസറാണ്. IPS നമുക്ക് കിട്ടുമല്ലേ. അപ്പൊ അതാണ്. പിന്നെ എന്റെ ടെക്നീഷ്യൻസ് നല്ല ക്യാമറമാൻ ആയിരുന്നു, ഇന്ദ്രജിത്ത് ക്യാമറമാനും. പിന്നെ റോണി റാഫേൽ സംഗീതം ചെയ്തിരിക്കുന്നു. സദാനന്ദ സിനിമാസ് കൃത്യമായിട്ട് കാശ് വരുന്നത് GST ഓഫീസറാണല്ലോ. കാശ് എങ്ങനെ വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ബാങ്കിൽ കൂടി തന്നെ മതി, വേറെ വഴിയൊക്കെ പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി പണിയാവുമല്ലോ. അല്ല, ഞാൻ ചോദിച്ചു വേറെ അക്കൗണ്ട് വേണോന്ന് ചോദിച്ചു. എനിക്ക് ഒരു അക്കൗണ്ട് ഇല്ലത്. ഞാൻ നേരെ പോലെ അതിനാണല്ലോ. അവസാന നിമിഷം വരെ സംശയദൃഷ്ടിയോടെയാണ് ഞാൻ വീശിച്ചത്. ഇപ്പൊ പറയാം. അല്ല, ഇപ്പോഴും ചിലപ്പോ പറയാൻ പറ്റില്ല. ഇതൊരു എൻക്വയറി ആണെങ്കിലോ ഏതൊക്കെ വിധത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. റിലീസ് ചിലപ്പോ ഒരു ഗവൺമെന്റ് പുള്ളിനെ ഏൽപ്പിച്ചാണെങ്കിലോ, ഒരു സിനിമ എടുത്തിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഇതൊരു ത്രില്ലർ ആണെങ്കിലോ. അല്ല, ഞാൻ ഇതിൽ ഇറങ്ങിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചോദിച്ചടേ എൻ്റെ ആൾക്കാർ എത്ര രൂപ മേടിക്കുന്നതൊക്കെ അറിയാമോ എന്നുള്ള. നമ്മളെ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, പുള്ളി പലയിടത്തും കഥ പറയാൻ ചെന്നിട്ട് സമ്മതിച്ചിട്ടില്ലാന്ന്. പുള്ളി വിചാരിക്കുന്നത് അവരെടുക്കാത്തണ്ട് ചാടേണെന്ന്. അതല്ല, GST ഓഫീസറാണെന്നാണ് ആദ്യം വിളിക്കുന്നത്, പിന്നെ അടുപ്പിക്കും. അത് പറയണ്ടായിരുന്നു. അതെന്താ പറഞ്ഞ എമൗണ്ട് പറയണെങ്കിലാ. എന്നിട്ട് ഇവരാരെങ്കിലും കുറച്ചോ? നമ്മള് ഇത്ര രൂപ എന്നാലേ അഭിനയിക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കഥ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ. അൻസിബ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷമാണ് രാക്ഷസ സിനിമ. ഞാൻ വെറുതെ പറയുന്നല്ല, രാക്ഷല്ലേ ഇരിക്കും. ഞാൻ അതിൽ അപ്പം തന്നെ ചെയ്യാന്ന് പറഞ്ഞു. ഉഗ്രം പടം, ഉഗ്രം സെറ്റപ്പ്. പക്ഷേ പ്രൊഡ്യൂസർ അത്ര റെഡി ആവാത്തതുകൊണ്ട് പിന്നെ അതിന് ശേഷമാണ് ഈ രാക്ഷസന്റെ മോഡുള്ള ത്രില്ലേഴ്സ് ഇറങ്ങി തുടങ്ങിയത്. അപ്പൊ നമ്മൾ അട്രാക്ട് ചെയ്ത ആദ്യം കഥ. ഒരുപാട് മുന്നേ ആണോ കഥ പറഞ്ഞത്? രാക്ഷസന്റെ മുന്നേ ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിൻചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഇനിയും ചെയ്യാം. അല്ല, ആക്ച്വലി ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ഉണ്ടായിരുന്നില്ലേ? അതെ അത് കോവിഡിന്റെ സമയത്ത് അങ്ങനെ സ്റ്റക്കായി പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഡൽഹിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഡൽഹിയിൽ പോണ ആ സമയത്തായിരുന്നു അവിടെ JNU പ്രൊട്ടസ്റ്റ് വന്നത്. ഡൽഹിയിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. അത് സ്റ്റക്കായി പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന്. പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ് തന്നെ ലോക്ക്ഡൗൺ കാരണമാണ്. ലോക്ക്ഡൗൺ കാരണം എല്ലാം ലോക്ക് ആയല്ലോ നമ്മൾ. അങ്ങനെ ആ ഒരു 2 years അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ദുബായിലും പോയി RJ ആയിട്ട് പോയി. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താ? അത് ഇനി ഇറക്കുന്നുണ്ടോ? ഇപ്പൊ വേറൊരു മൂവി ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. എന്തായാലും ഒരു മൂവി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പൊ ആക്ടറായിട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പൊ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സാർ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് സാറിന്റെ. ഇപ്പൊ സാറ് ചെയ്യുന്നത് നമ്മള് ഉറപ്പായിട്ട് നമ്മളത് നോക്കൂലോ, എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഡയറക്ടർ ആവാന്നുള്ളത് ഉള്ളിലൊരു ആഗ്രഹം കിടക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ആ സമയത്ത് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുത്തി തരാറുണ്ട്. ചില സീൻ ക്ലോസപ്പ് ഷോട്ടൊക്കെ വയ്ക്കുന്ന സമയത്ത് ഐബോൾ മൂവ് ചെയ്യണത് വരെ പറഞ്ഞിട്ടുണ്ട്. ഐബോൾ മൂവ് ചെയ്യണത് അനുസരിച്ച് ഐബോൾ മൂവ് ചെയ്യൂ, ഇങ്ങനെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ശരിയാട്ടോ, ആ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ആവും, കോൺഫിഡൻസ് കൂടും. എന്നുവെച്ചാൽ നമുക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ട് ഇതിങ്ങനെയാണ്, എൻ്റെ കഥാപാത്രം ഇതാണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അതിൻ്റെ സംവിധായകനാണ്. അപ്പോൾ ആ സംവിധായകൻ അത് പറഞ്ഞു തന്ന് അതുപോലെ ചെയ്യിപ്പിച്ചിട്ട് ആ ടേക്ക് ഓക്കെ ആകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതായിരുന്നു ഏറ്റവും കൂടുതൽ ആ സെറ്റിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ആർ യു ഇൻ ദി കൾപ്രിറ്റ് മോഡ്? അങ്ങനെയാണോ? ഇതൊരു ത്രില്ലർ മൂവിയാണെന്ന് അറിയാം. ഒരു നെഗറ്റീവ് മോഡിലാണോ അതോ? അത് പറയാൻ പറ്റത്തില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഒന്നും ഒരു IT പ്രൊഫഷണലാണ്, അല്ലാതെ വേറെ ഒന്നും പറയാൻ. ത്രില്ലർ മൂവീസിന്റെ ഒരു പ്രശ്നമാണ്, നമുക്ക് വേറെ ഒന്നും വിട്ടു പറയാൻ പറ്റൂല. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട ടീസറും ആ 2-3 പാട്ടുകളും ഒഴിച്ച് പോലീസ് ഡേയെ കുറിച്ച് നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് കാണാറുള്ള ഒരു ന്യൂസാണ് പോലീസുകാരുടെ മരണം, ആത്മഹത്യ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്, പോലീസുകാരെങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. കാരണം അവർ വളരെ നമ്മുടെ മനസ്സിൽ റോൾ മോഡൽസാണ്. കാരണം ഇവർ ഇത്രയും ഭയങ്കര ബോൾഡായിട്ടുള്ള ആളുകളാണ്, എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അതർ സൈഡുണ്ട്. ഒരു ദിവസം തന്നെ ഒരു 50 പ്രശ്നങ്ങളെങ്കിലും ഉണ്ടാവും, അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും പല രീതിയിൽ. ഇതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ ലൈഫും കൂടെ ഉണ്ടല്ലേ. ആ പേഴ്സണൽ ലൈഫിലും നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസത്തിലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ ഇടയിൽ നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് ഫാമിലി ലൈഫും ഈ ഒരു പബ്ലിക്കിനെ സെർവ് ചെയ്യുന്നതും എല്ലാം കൂടെ ഇവർ എങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ പലരും ഇങ്ങനെയുള്ള ഇതിൽ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ ഒരു റീസൺ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും പത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മളെ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലേ സാർ? അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് സിനിമയിൽ അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ അന്വേഷണം, ഒരു ക്രൈം ത്രില്ലർ അല്ലെ? അതായത് ഒരു സീരിയസ് മോഡ് സിനിമ എന്ന് പറയാം അങ്ങനെ. പക്ഷെ ഇതിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഹരീഷ് ചേട്ടൻ, ടിനിച്ചേട്ടൻ, അതുപോലെ ധർമ്മജൻ ചേട്ടൻ, അതായത് നമ്മൾ കൂടുതലും ചിരിച്ചു കണ്ടിട്ടുള്ള ആളുകളാണ് ഇതിന്റെ കാസ്റ്റ്, മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾ. അതെന്താ അങ്ങനെ ചൂസ് ചെയ്ത്? അല്ല, നമ്മള് പടത്തില് ആ ഒരു സീരിയസിന്റെ ഇടയിലും ചെറിയൊരു ഫണ്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഇടയിൽ നമുക്ക് ഈ പോലീസുകാരന്മാര് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ തമാശയിലൂടെ ഉള്ളിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് പുറമേ അത് കാട്ടാതെ കോമഡി ആയിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന ടീമുകളും ഉണ്ട്. പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് യഥാർത്ഥ പോലീസിലുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഏതൊരു സീരിയസിൻ്റെ ഇടയിലും ഒരു തമാശ വരുമ്പോഴത്തേക്കും മാത്രമേ റിലാക്സ് ആകത്തുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ GST ഓഫീസിൽ ഇപ്പം ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും വളരെ സീരിയസ് വർക്കാണ്. അപ്പം അതിൻ്റെ ഇടയിലൊരു തമാശ വരുമ്പോഴത്തേക്ക് എന്തുള്ളത്, ഈ മരുഭൂമിയിലെ മരുപ്പച്ച പോലെയാണ്, മരീചിക പോലെയാണ്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പടം കാണുമ്പോഴത്തേക്ക് തുടക്കം മുതൽ ഒടുക്കം ഒരു ഇങ്ങനെ അങ്ങ് സീരിയസ് ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് പ്രേക്ഷകൻ മടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വെറൈറ്റി കൊടുത്ത് ഉള്ളൊരു
ഇതായിട്ട് നമ്മൾ ഭയങ്കര സീരിയസ്, നമ്മൾ അങ്ങനെ ഫുൾ ടൈം പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ സീരിയസ് വേഷത്തിൽ കാണാത്ത ആളുകൾ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ. അതൊരു കോൺഷ്യസ് എഫേർട്ട് ആയിരുന്നു. അതെ അതെ അതെ. ഓക്കെ. ഇപ്പൊ പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ കുറേം കൂടെ ലൈറ്റർ ആണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഇവരും ഹ്യൂമൻ ബീങ്സ് ആണ്. പിന്നെ ജനമൈത്രി പോലീസൊക്കെ വന്നപ്പോൾ അവർ കുറച്ചും കൂടെ, പക്ഷെ പണ്ട് നമുക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിയോടെ കാണുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ടിനിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര സ്റ്റേജസ് രാത്രിയും രാവിലെ ഒക്കെ ട്രാവൽ ചെയ്തൊക്കെ പോകുന്ന ആളുകളാണല്ലോ. ഇപ്പൊ ഈ ഒരു പോലീസ് എൻകൗണ്ടർ ഡേ ഉണ്ടാവല്ലോ, ഒരു പോലീസ് ഡേ. പോലീസ് ഡേ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പോലീസായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സൈബർ ആണെങ്കിലും ഇതാണെങ്കിലും അമ്മയിലൊരു സൈബർ വിങ് ഉണ്ടായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെയാണ് വിളിക്കാറുള്ളത് ആൾക്കാർ. ഇവരുടെ യഥാർത്ഥത്തിലുള്ളൊരു പെയിൻ എന്താണെന്നുള്ളത്, കാരണം ദിവസവും 1000 പ്രശ്നങ്ങളാണ്. പാലാരിവട്ടം സ്റ്റേഷനിലൊക്കെ മയക്കുമരുന്നിൻ്റെ പറഞ്ഞാൽ മുകളിൽ ഇട്ടേക്ക ആൾക്കാരാണ്. ശനിയാഴ്ച ആകുമ്പോൾ ഇറക്കി വിടും. ഒരു ലോഡ് ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് ഒരു പോലീസ് കാരണം എൻ്റെ വണ്ടി കയറി എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി കൈ കാണിച്ച് നിർത്തിയപ്പോൾ അപ്പോൾ പുള്ളി പറയാണ് PSC എഴുതിയിട്ടാണ് കിട്ടിയത്. അമ്മ ജോലി എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചത്. എടപ്പള്ളി അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒരുത്തനെ ഹെൽമെറ്റ് വെക്കാണ്ട് വന്നിട്ട് കൈ കാണിച്ച് നിർത്തി. ഉടനെ തന്നെ അവൻ MLA വിളിച്ച് എന്നെ സ്ഥലം മാറ്റാനാണ് നോക്കണത്. അവൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഒരിക്കലും ഒരു സ്വന്തം കുടുംബത്തിനോ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. 1-2 പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് തന്നെ, ഈ കോസ്റ്റ്യൂം ഇട്ട് ഷൂട്ടിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇതൊരു ചൂടാന്നറിയോ. ഈ ചൂടിനോടൊപ്പം ഈ ടെൻഷനും പ്രഷറും കൂടി വരികയാണെങ്കിൽ പുറത്തും ചൂട് അകത്തും ചൂടായിരിക്കും. അപ്പോൾ എന്താണ് പോലീസ് എന്നുള്ളത് എനിക്ക് ഈ പറയുന്ന പോലെ പണ്ട് മുതലേ അറിയാം. ഇവരെ വീക്ഷിച്ചിട്ടുണ്ട്. കാരണം പല രീതിയിൽ അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ഒരിക്കലും അടക്കൂല്ലോ. ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ തന്നെ തുറന്നു. 24/7 ആണ്. പിന്നെ എല്ലാ ഓണത്തിനും ഈ ക്രിസ്മസിനൊക്കെ സദ്യ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഒരു വാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ വേഷങ്ങൾ. പിന്നെ ഫസ്റ്റ് ഞാൻ പ്രധാന വേഷം ചെയ്ത ഹൗസ്ഫുൾ എന്ന് പറയുന്ന പടം തന്നെ ഈ ട്രാഫിക് പോലീസുകാരനായിരുന്നു. അപ്പോൾ സല്യൂട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ കുറേ പേര് പോലീസിലുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ച എനിക്ക് തോന്നുന്നു ക്ലാസ്സിലുള്ള ഒരുപാട് പേര് പോലീസ് DYSP ആയിട്ടുണ്ട്, CI ആയിട്ടുണ്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെ വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരഭിനയിക്കുകയാണ് ഓരോരുത്തരുടെ മുമ്പിൽ. കാരണം ഈ കേസ് കളിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാജന്മാരാണ്. അത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ വ്യാജ ഡോക്ടർ അല്ലെങ്കിൽ വ്യാജ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ശരിക്കും പോലീസ്. ഒറിജിനൽ പോലീസ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല. സാധാരണ തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ പോലീസുകാരനാണെന്ന് സംശയിക്കും. കണ്ണൂർ ഭാഷ പറയുന്ന പോലീസുകാരെ അഭിനയിക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ പുറത്ത് കാണാൻ മനസ്സിലാവില്ല. നിങ്ങൾ അവിടെ ഏതാ പറയുന്നത് പോലീസ് തോന്നൂല. പക്ഷെ പോലീസ് എന്ന് പറഞ്ഞ് വ്യാജത്തരം കാണിക്കില്ല. അവരെ കണ്ടാൽ ചിലപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാണിക്കും, വേണ്ടെന്ന് ടിക്കറ്റ് പറ്റ ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ അവരെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, വ്യാജന്മാരെ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ പോലീസ് വേഷത്തിന് ഗുണം ചെയ്യും. ടിൻചേട്ടൻ പറഞ്ഞില്ലേ ടിൻചേട്ടന്റെ കൂടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പോലീസ് ആയിട്ടുണ്ടെന്ന്. ആക്ച്വലി അതായത് ദർ വാസ് എ ടൈം ഇപ്പം ഡോക്ടർ എഞ്ചിനീയർ എന്നല്ലാണ്ട് അത്യാവശ്യം ഹൈറ്റും ഒരു ഫിസിക്കും ഒക്കെ ഉള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി SI ടെസ്റ്റ് എഴുതുക എന്ന്. അങ്ങനെ ശ്രമിച്ചിട്ടില്ലേ? അല്ല, ഇത് നോവിക്കേണ്ടി വരുമല്ലോ ഒരാൾ. എന്തായാലും എനിക്ക് നോക്കിക്കാൻ പറ്റില്ല. എന്റെ മാടപ്രാവിന്റെ ശരീരം പോലെ ഒന്നല്ല ഞാൻ. ശരീരം മാടിന്റെ പോലെ ആണെങ്കിലും മനസ്സ് മാടപ്രാവിന്റെ ആണ്. അപ്പൊ എനിക്കൊരിക്കലും എന്റെ ലുക്ക് കണ്ടാലും ഇപ്പൊ നമ്മുടെ ഒരു റൈറ്റർ ഉണ്ട്, അദ്ദേഹം എന്നെ കണ്ടപ്പോ പറഞ്ഞ് താൻ എങ്ങനെ തൻ്റെ തൊഴിൽ ചിരിപ്പിക്കുന്നില്ല, തൻ്റെ രൂപമാണെങ്കിൽ വില്ലൻ്റെ രൂപം, ഇത് എങ്ങനെ രണ്ടും കൂടി മാച്ച് ചെയ്തു പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിരിപ്പിക്കുക. ഞാൻ അത്രയും ചിരിപ്പിച്ചിട്ടില്ല. ഇപ്പം മഞ്ജു തുടക്കത്തിൽ പറഞ്ഞു ചിരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. ഞാനധികം ചിരിപ്പിച്ചിട്ടൊന്നുമില്ല. ധർമ്മജൻ ഹരീഷൊക്കെ ശരിക്കും ഒരു റൗണ്ട് നന്നായിട്ട് ചിരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ക്യാരക്ടർ റോൾസാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് ചിരിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം എൻ്റെ തൊഴിലും എൻ്റെ രൂപമായിട്ട് ചേരൂല. അപ്പം എനിക്ക് ചിരിപ്പിക്കാനും പണിയാണ്. കുറച്ചങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി വളിച്ചു പോകും. ശരിയാണ്. ഇവരൊക്കെ പറയും ചളി എന്ന് പറയും. അല്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ചളി പറയാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ സിനിമയിലല്ലാണ്ട് ഞങ്ങള് സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ വായ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട് കൺട്രോൾ ഇല്ലാണ്ട്. അപ്പോഴാണല്ലോ നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോ വീണ്ടും ഇതുപോലെ തന്നെ അത് ചിലപ്പോ തുറന്ന് പറഞ്ഞു പോകും. അതും ചിലപ്പോ എന്റെ നിഷ്കളങ്കതയായിരിക്കും. അതങ്ങനെ ഓരോരുത്തർ രക്തങ്ങളും ഓരോ രക്തമല്ലേ.
ഇദ്ദേഹത്തിന്റെ ശരിക്കും ടിനിച്ചേട്ടൻ ഭയങ്കര നിഷ്കുവാ. കാരണം എന്താണെന്നറിയാം, നിഷ്കുവാണ്, ഭയങ്കര നിഷ്കുവാണ്. കാരണം നിഷ്കു എന്ന് പറയുമ്പോ പക്ഷെ എന്താണ്ട് ഒരു തന്നെ പറയാ, നിഷ്കളങ്കിന്റെ ഷോർട്ട് ഫോം ആണത്. എന്താന്നറിയോ, നമ്മളിപ്പോ സംഘടനയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചോ, അസുഖം വന്നു, ആർക്കെങ്കിലും കാലിന് വയ്യ, അല്ലെങ്കിൽ മുള്ളു കുത്തി, അല്ലെങ്കിൽ അത് മുള്ളു കുത്തിയത് തൊട്ട് വലിയൊരു പ്രശ്നം വരെ ആദ്യം കൊണ്ടെത്തിക്കുക ടിൻചേട്ടന്. ഇത് ഇവർക്ക് ഈ മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ, ഇവർക്ക് ഈ ചികിത്സ നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് അല്ലാത്തവരുടെ കാര്യം വരെ ടിൻചേട്ടൻ കൊണ്ടുവരും. എന്നിട്ട് പറയും ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ പറ്റൂല, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പേഴ്സണലി ഒരു ഫണ്ട് റൈസ് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ വീട് എൻ്റെ കാർന്നും പറഞ്ഞ് ജീവിച്ചിട്ട് എന്തിനാണത്? നമ്മൾ കാണുന്നുണ്ടല്ലോ മുമ്പിൽ. പന പോലെ വളർന്നിരുന്നവർ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇല്ലാണ്ടായി പോകുന്നു അല്ലേ? ഒരു ഞരമ്പ് പോയാൽ പോലെ തീർന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാഥാലയത്തിലൊക്കെ പലരും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ഫീൽഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ ആളുകൾക്ക് ഹെൽപ്പ് വേണ്ടവർക്കാണ് കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. അല്ല, ആദ്യമേ നമ്മൾ വീട്ടുകാരെ നന്നാക്കണം, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കണം. അതെ, ആ വീട്ടുകാരെ നന്നാക്കണ്ട്. വെച്ചേക്കുന്നത് അല്ല, അതിന് അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ അൻസിബ ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ വിളിച്ചു പറയും, മരുന്ന് സഞ്ജീവിനി എന്ന് പറഞ്ഞ അമ്മയിലൊരു പരിപാടിയുണ്ട്. 48 പേർക്ക് മരുന്ന് എല്ലാ മാസവും കൊടുത്തോണ്ടിരിക്കും, ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്. അല്ല, അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ തരുമ്പോൾ നമ്മുടെ എൻ്റെ ഒരു അറിവിൽ ഒരാൾ ഇതുപോലെ ചാരിറ്റി എല്ലാം ചെയ്യുന്ന റൂട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വേറെ നാട്ടുകാർ വേണം. അത് മാനസിക പ്രശ്നമാണ്. പുള്ളിക്ക് മാനസികത്തിന്റെ മരുന്ന് കഴിക്കണം. അത് പണ്ട് നമ്മൾ പറഞ്ഞ സാധനം. അല്ല, അങ്ങനെ സമൂഹത്തിലുള്ള അല്ല, നമ്മൾ അങ്ങനെ ഇത് പുറത്ത് പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ചെയ്യുന്നതല്ല. മനസ്സിലായി.